ISLൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പല ടീമുകളെയും കുഴപ്പിച്ചൊരു പ്രശ്നമായിരുന്നു ISL എന്ന് നടക്കും, അതുമല്ലെങ്കിൽ ISL ഇപ്പോൾ താരങ്ങളെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിദേശ താരങ്ങളെ ടീമിലേക്കൊക്കെ എത്തിച്ച് കഴിഞ്ഞാൽ ISL നടക്കാതെ വരുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തന്നെ ടീമുകൾക്ക് അത് വലിയൊരു സാമ്പത്തിക നഷ്ടത്തേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമെന്നൊരു പ്രശ്നം. സോ അതിനാൽ തന്നെ പല ടീമുകളും വലിയ രീതിയിൽ ട്രാൻസ്ഫേഴ്സ് ഒന്നും നടത്താതെ ഒരു മിനിമം രീതിയിൽ ഡൊമസ്റ്റിക് സൈനികൾ മാത്രം നടത്തുകയും ചില ടീമുകൾ മാത്രമാണ് വിദേശ സൈനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. അതേ ടൈമിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഏകദേശം ഇതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സും 2 ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ് മാത്രമാണ് നിലവിൽ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് അമീർ റാണയുടെയും മറ്റൊന്ന് സുമിത് ശർമ്മയുമാണ്. സോ ഈ 2 താരങ്ങളുടെ ഒരു സൈനിങ് മാത്രമാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം വിദേശ താരങ്ങളുടെ സ്പോട്ടിൽ ഇനിയൊരു 3 വിദേശ താരങ്ങൾ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. സോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ISL നടക്കും, അല്ലെങ്കിൽ ISL നടത്തുവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നൊരു എല്ലാ കാര്യങ്ങളും നടത്തുവാൻ വേണ്ടിയുള്ളൊരു അഷുറൻസ്, അല്ലെങ്കിൽ നടത്തുമെന്നൊരു അഷുറൻസ് നിലവിൽ AFFൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബെ നിലവിൽ ആരാധകർക്ക് നൽകുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. എങ്കിൽ പോലും ഇതുവരെ ഒരു MRA പുതുക്കാത്ത കാരണത്താൽ നിലനിൽക്കുന്നതിനാൽ തന്നെ അത്ര കണ്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. കാരണം എന്താകും ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. സോ എന്നാൽ തന്നെ MRA പുതുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ച് അല്ലെങ്കിൽ അത് പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായും ISL നടക്കുമെന്നൊരു കാര്യം നമുക്ക് വ്യക്തമാക്കാവുന്നതാണ്. പക്ഷേ ISL നിർത്തുമെന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കുറവ് തന്നെയാണ്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ ഇന്നലെ AFFൻ്റെ, അതായത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബെ കൂടി ഈ ഒരു കാര്യം വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ ടീമുകൾക്കെല്ലാം തന്നെ തങ്ങളുടെ ട്രാൻസ്ഫറുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. സോ നമുക്ക് കണ്ട് തന്നെ അറിയാം ഏതൊക്കെ ടീമുകൾ ഇങ്ങനൊരു മുൻപോട്ട് പോകും, അല്ലെങ്കിൽ വിദേശ ട്രാൻസ്ഫറൊക്കെ നിലവിൽ ഹോൾഡ് ചെയ്ത ടീമുകൾ മുമ്പോട്ട് വരുമെന്നൊരു കാര്യമൊക്കെ തന്നെ. സോ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള ഹോർമിപാം റൂയിയെ സ്വന്തമാക്കുവാൻ വേണ്ടി 2 ISL ടീമുകൾ ശ്രമിക്കുന്ന തരത്തിലൊരു വാർത്ത നിലവിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും നമ്മൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന നിലവിലാണ്. ISL 2 ടീമുകളാണ് ഇദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സിനും ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് റിപ്പോർട്ട് നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ നേരത്തെയും ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ടീമും ഇതിലുണ്ട്. ഈ 2 ടീമുകളെന്ന് പറയുന്നത്, ഒന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ സദേൺ റൈവൽസ് മുൻപന്തിയിലുള്ള ബംഗളൂരു FC ആണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും, അതായത് ഒരു മിനി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഈസ്റ്റ് ബംഗാൾ FC ആണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒട്ടുമിക്ക താരങ്ങളെയും ടീമിലേക്ക് എത്തിക്കുന്ന ഒരു ശൈലി ഈസ്റ്റ് ബംഗാളിലുണ്ട്. അങ്ങനെ ഒരുപാട് താരങ്ങൾ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നിഷു കുമാർ, ഹർമൻജോത് സിംഗ് കബ്ര, പ്രശാന്ത് സിംഗ് ഗിൽ, പിന്നെ ഡിമിട്രിയോസ് ഡയമൻഡക്കോസ് തുടങ്ങിയ ഒരുപാട് താരങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഒരു മിനി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഈസ്റ്റ് ബംഗാളും ബംഗളൂരു FCയും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഹോർമിപാം റൂയി 21 വയസ്സ് മാത്രം പ്രായമുള്ള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം ഡിഫൻസിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ISL കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ISLൽ ISL 8ാം സീസൺ തൊട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ടണിയുന്ന മികച്ച യുവതാരത്തെ ടീമിലേക്ക് എത്തിക്കൊണ്ട് ഒരു ശ്രമം നടത്തുന്ന തരത്തിലൊരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. സോ നമുക്ക് കണ്ട് തന്നെ അറിയാം ഈ ഒരു ശ്രമത്തിൽ ഈ 2 ടീമുകളും വിജയിക്കുമോ എന്നുള്ളത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലെ ചെന്നൈയിൻ FCയിൽ നിന്നും ഒരു യുവ താരം, അല്ലെങ്കിൽ ഒരു യുവ ഡിഫൻഡറിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വികാസ് ഷിങ്നാം എന്ന് പറയുന്നത്. അദ്ദേഹം കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹവും ഏകദേശം ഹോർമിപാം റൂയിയുടെ അത്രയും തന്നെ കപ്പാസിറ്റി ഉള്ളൊരു താരമാണ്. സോ എന്നാൽ തന്നെ ഹോർമിപാം റൂയിയെ വിട്ടുകൊടുക്കുവാണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ മനസ്സ് മാറുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. അതിന് പുറമെ സുമിത് ശർമ്മ എന്ന് പറയുന്നൊരു 18 വയസ്സ് മാത്രം പ്രായമുള്ള മറ്റൊരു താരത്തെയും കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് എന്താവും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഡിസിഷൻ എന്ന് ഈ ഒരു കാര്യത്തിൽ.